കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹ സാഗരമേ, നിത്യജീവൻ പാപിക്കു നൽകിയ യേശു തമ്പുരാനേ, പാപം ക്ഷമിച്ചും ജീവൻ വെടിഞ്ഞും സ്നേഹം ചൊരിഞ്ഞവനേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു. ഓ സ്നേഹകാരുണ്യമേ. എല്ലാവരും സ്വരമെഴുതി പാടാം. നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹസാഗരമേ, നിത്യജീവൻ പാപിക്കു നൽകിയ യേശു തമ്പുരാനേ,
തമ്പുരാനേ, പാപം ക്ഷമിച്ചും ജീവൻ വെടിഞ്ഞും സ്നേഹം ചൊരിഞ്ഞവനേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു, ഓ സ്നേഹകാരുണ്യ. കൈകൾ ഈശ്വരനെ നീട്ടിപ്പിടിച്ചുകൊണ്ട് സ്വരമേറ്റി പാടാം. നിന്നെ നമിക്കുന്നു, ഓ ദിവ്യ കാരുണ്യമേ. നിന്നെ സ്തുതിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു, ഓ സ്നേഹ കാരുണ്യമേ. നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു, ഓ ദിവ്യ കാരുണ്യമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ മെയ് മാസത്തിലൂടെ ഒരു ആധ്യാത്മിക തീർത്ഥയാത്രയിലാണ്. പരിശുദ്ധമ്മയുടെ വണക്കമാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് അവസാനിക്കുന്നത് ഇതിനേക്കാൾ മനോഹരമായ ഒരു തിരുനാളിലാണ്, പെന്തക്കോസ്ത തിരുനാളിലെ. അപ്പോൾ വണക്കമാസത്തിൻ്റെ ദൈവവചന സന്ദേശങ്ങളെ നമ്മൾ പെന്തക്കോസ്ത മഹോത്സവത്തിലേക്ക് നമ്മുടെ യാത്രയെ ത്വരിതപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയാണ് പരസ്പരം പൂരകമായി വരുന്നത് നമുക്ക് കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. നമുക്കറിയാം, മെയ് മാസത്തിലാണ് വാഗ്ദാന പേടകം 1333 വർഷം മുമ്പ് ജോർദാൻ നദിയിൽ ഇറങ്ങി നിന്നത്. ജോഷുവയുടെ നേതൃത്വത്തിൽ ലേവ്യ പുരോഹിതന്മാരെ ഈ മെയ് മാസത്തിലാണ് ജോർദാൻ വറ്റിയത്. വരണ്ടൊഴുകിക്കൊണ്ടിരുന്ന ജോർദാനല്ല, കൊയ്ത്ത് കാലത്ത് കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന ജോർദാനാണ്. അതാണ് ജോഷുവയുടെ പുസ്തകം 3:15 നമ്മൾ വായിക്കുന്നത്. 3:15 വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവായിരുന്നു. കരകവിഞ്ഞൊഴുകുന്ന കാലത്താണ് ജോർദാൻ വറ്റിക്കാൻ വേണ്ടി വാഗ്ദാന പേടകം ഇറങ്ങി നിൽക്കാൻ ദൈവം ജോഷുവയ്ക്ക് അനുവാദവും ആശയവും വെളിപാടുമൊക്കെ നൽകിയത്. ഞാനിത് പറയാൻ കാരണം, ഈ മെയ് മാസത്തിലാണ് മാതാവിൻ്റെ വണക്കമാസം നമ്മൾ ആചരിക്കുന്നത്. പരിശുദ്ധ പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയാണ് വാഗ്ദാന പേടകം. അപ്പോൾ ഈ വാഗ്ദാന പേടകം നമ്മുടെ കണ്ണീരിൻ്റെ ജോർദാൻ നദിയിൽ ഇറങ്ങി അതിനെ വറ്റിച്ച് നമ്മൾ സമാധാനത്തിൻ്റെ പരിശുദ്ധാത്മാ ഫലങ്ങളുടെ പെന്തക്കോസ്ത മഹോത്സവത്തിലേക്ക് വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ആശയപരിസരം. കാര്യം രണ്ടും ഇപ്പം പെന്തക്കോസ്ത മഹോത്സവം തന്നെ എന്താണ്? കൊയ്ത്ത് കാലമാണ്. കൊയ്ത്തിൻ്റെ ടൈം ഓഫ് ഹാർവസ്റ്റാണ്. കൊയ്ത്തിന് ഒരു നാഥനുണ്ട്, നമുക്കറിയാം.
വേലക്കാർ ചുരുക്കം എന്നീശോ പറയുന്ന മത്തായിയുടെ സുവിശേഷം 9:38 ദ ലോർഡ് ഓഫ് ദി ഹാർവസ്റ്റ് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ തൻ്റെ വയലിലേക്ക് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുത്തെ വിളവിൻ്റെ നാഥൻ ആരാണ്? ത്രിത്വിക ദൈവം തന്നെയാണ്. പഴയ നിയമത്തിലെ ജോഷുവ പ്രവേശിക്കുന്നതും കൊയ്ത്ത് കാലത്താണ്. അന്ന് മുതൽ ഇസ്രായേൽ ജനം എസ്രായുടെ കാലം കഴിയുമ്പോൾ ജോഷുവയുടെ പാരമ്പര്യം പാലിച്ചുകൊണ്ട് ആ കാലം മുതൽ കൊയ്ത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നതാണ് ദ ഫീസ്റ്റ് ഓഫ് ദി ഹാർവസ്റ്റ്. അതിന് തിരുനാളുകളുടെ കൂട്ടത്തിൽ ഇപ്പോഴ് പുറപ്പാട് 23:16 ഒക്കെ കൊയ്ത്തിൻ്റെ ഹാർവസ്റ്റ്, അതായത് ആദ്യഫലങ്ങളുടെ തിരുനാളാണ് അവർ. അപ്പം ആദ്യഫലങ്ങൾ കർത്താവിന് സമർപ്പിക്കുന്ന തിരുനാളാണത്. പെന്തക്കോസ്തായും ശരിക്കും ആദ്യം ഫീസ്റ്റ് ഓഫ് ദി ഹാർവസ്റ്റ് ആയിരുന്നു. ആദ്യ ഫലങ്ങളുടെ തിരുനാൾ തന്നെയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഫീസ്റ്റ് ഓഫ് ദി ഹാർവസ്റ്റ് കൊയ്ത്തിൻ്റെ നാഥൻ ആരാകും? പരിശുദ്ധാത്മാവാകും. എന്താ കാര്യം? പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് ഫലങ്ങൾ, ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് കിട്ടണത്. ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന പരിശുദ്ധാത്മ ഫലങ്ങൾ നമുക്ക് ഗലാത്യർ 5:22 ആണ് ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാ ഫലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നത്. പെന്തക്കോസ്താ ശരിക്കും പറഞ്ഞാൽ ആദ്യ ഫലങ്ങളുടെ തിരുനാൾ തന്നെയാണ് ഇപ്പോഴും. 3333 വർഷം തൊട്ട് തന്നെ ഇത് ആദ്യ ഫലങ്ങളുടെ തിരുനാളായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. എൻ്റെ ആദ്യ ഫലം എന്താണ്? ആദ്യഫലം ദൈവത്തിനുള്ളതാണ്. പരിശുദ്ധാത്മ ഫലങ്ങളിൽ ഗലാത്യർ 5:22 ആദ്യ ഫലം എന്താണ്? സ്നേഹമാണ്. അതാണ് നമ്മുടെ ആദ്യ ഫലങ്ങളെന്ന് പറയുന്നത്. ആദ്യ ഫലങ്ങൾ ദൈവത്തിനാണ്. ആ ദൈവത്തിനും മനുഷ്യനും. മനുഷ്യനെ ആരുടെ പേരിൽ? ദൈവത്തിൻ്റെ പേരിൽ. ദൈവത്തിൻ്റെ പേരിലാണ് നമ്മൾ മനുഷ്യനെയും കൊടുക്കുന്നത്. അപ്പോൾ ആദ്യ ഫലം ദൈവത്തിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ആദ്യ ഫലത്തിൻ്റെ കൊയ്ത്തിൻ്റെ ഫീസ്റ്റ് ഓഫ് ദി ഹാർവസ്റ്റ് ആണ് പെന്തക്കോസ്റ്റ്. അനാദികാലം മുതൽ അങ്ങനെയാണ്. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ ഫീസ്റ്റിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് മാറും. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഫോർ വാട്ട് എന്ന് ദൈവം നമ്മളോട് ചോദിച്ചാൽ, എന്തിനു വേണ്ടിയാണ് നീ പരിശുദ്ധാത്മാവിനെ ചോദിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം കൊയ്ത്തിൻ്റെ സന്തോഷത്തിനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, സഭയെ വളർത്താൻ. നമുക്കറിയാമല്ലോ, ആരെങ്കിലും ഒരാളോ 2 പേരാ എങ്കിലും നിൻ്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിലേക്ക് ഈ കാലത്ത് വന്നാൽ കർത്താവിൻ്റെ വാഗ്ദാന പേടകമായി നമ്മൾ മാറുകയാണ്. ആത്മാവ് നിറഞ്ഞ വ്യക്തി കർത്താവിൻ്റെ വാഗ്ദാന പേടകമായി മാറുകയാണ്. അതാണ് കുടുംബത്തിൻ്റെ കണ്ണീരിൽ നിൽക്കുന്നത്. അതിനാണ് മറിയം മാതൃകയായി വരുന്നത്. ജോഷുവ 3:17 എന്താ പറയണമെന്നറിയാവോ? സർവരും ജോർദാൻ കടക്കുവോളും വാഗ്ദാന പേടകം അവിടെ തന്നെ നിന്നു വന്ന. ഇപ്പം ഞാനത് വായിച്ചപ്പോൾ ചിന്തിക്കായിരുന്നേ, ഈ സർവരും എന്ന് പറയുന്ന ആൾക്കാർ ഏറ്റവും പുറകിലുള്ള ആൾക്കാർ വരെ ഉണ്ട്. ചിലർക്ക് മുമ്പിൽ എന്താ സംഭവിച്ചിരിക്കണമെന്ന് പോലും അറിയത്തില്ല. ജോർദാൻ പറ്റിയത് എങ്ങനെയാണെന്ന് പോലും. 2 മൈൽ നീളത്തിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. 6 ലക്ഷം ജനങ്ങളുണ്ട്. ഇതിൽ 5 ലക്ഷം കടന്നപ്പോൾ ബാക്കിലുള്ള ഈ 1 ലക്ഷം ജനങ്ങളുടെ പേരിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അവരവർക്ക് പണ്ട് പോലെ ഈ ജോർദാൻ ഇങ്ങനെ വറ്റിക്കിടന്ന് കാണുമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കഥ അറിയാത്ത ആൾക്കാരും കരകയറി വരുന്നുണ്ട്. കഥ അറിയാത്ത ആൾക്കാരും കരകയറും. എന്തുകൊണ്ടാണ്? ആ ജോർദാനിൽ ചവിട്ടി നിൽക്കുന്നവനെ, വാഗ്ദാനപേടകം പിടിച്ചു നിൽക്കുന്നവൻ്റെ വിശ്വാസമാണ്. എൻ്റെ ദൈവപൈതലേ, നിൻ്റെ കുടുംബത്തിൽ ഒരാൾ
കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞുകൊണ്ട് വാഗ്ദാന പേടകമായാൽ കുടുംബത്തിൻ്റെ കണ്ണീര് പറ്റുമ്പോൾ കഥയറിയാത്തവരും വിശ്വാസമില്ലാത്തവരും നിരീശ്വരന്മാർ പോലും ഈ ജോർദാൻ കടന്നു വരും. അതിനാണ് പെന്തക്കോസ്ത. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. മേരി കന്യമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആദ്യ പെന്തക്കോസ്തായിൽ നായികയായ അമ്മയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ആദ്യ പെന്തക്കോസ്തായിൽ നീ നായികയായല്ലോ. ഇനി ഒരു പുത്തൻ പെന്തക്കോസ്ത കാണാൻ ലോകമൊരുക്കണമേ. കൃപയുടെ വീഞ്ഞു നിറയ്ക്കണമേ. ആഹാ, ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രതിലഹരിയിലാകട്ടെ. ആദ്യ പെന്തക്കോസ്തായിൽ നീ നായികയായല്ലോ. ഇനി ഒരു പുത്തൻ പെന്തക്കോസ്ത കാണാൻ ലോകമൊരുക്കണമേ. കൃപയുടെ വീഞ്ഞു നിറയ്ക്കണമേ. ആഹാ, ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രതിലഹരിയിലാകട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സന്തോഷമായിരിക്കുക. കർത്താവിൻ്റെ സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കരകയറിയവരുടെ സാക്ഷ്യം. എൻ്റെ പേര് നിഷ. ഞാൻ ഇരിഞ്ഞാലക്കുട ചേലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് 26/7/2019 വന്നു ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ കടബാധ്യതയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാനായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ അസുഖമൊന്നും ഞാൻ ലാസ്റ്റാണ് എഴുതി വെച്ചത്. എനിക്ക് അത്ഭുതം എന്ന് പറയട്ടെ, ഇവിടുത്തെ കൃപാസനത്തിലെ തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ച് 15 വർഷമായി എനിക്ക് ശ്വാസമുട്ട്, അലർജി, തുമ്മൽ, എന്നും നീരുവീഴ്ചയാണ്. വൈകുന്നേരമായി ഒരു ഉറക്കം കഴിഞ്ഞാൽ കിടക്കാൻ പറ്റില്ല, അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും, ശ്വാസം കിട്ടാത്ത അവസ്ഥ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് അമ്മനെ അനുഗ്രഹിക്കണം, എനിക്കൊരു നിവൃത്തിയില്ല. എന്നും മരുന്ന് വാങ്ങി, ഇംഗ്ലീഷ് മരുന്നും ഹോമിയും എല്ലാ മരുന്നുകളും കഴിച്ചും കുറവില്ലാണ്ടായപ്പോഴാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഞാൻ അമ്മയുടെ ഉപ്പും തൈലവും ഉപയോഗിച്ച് എനിക്ക് ഇത് മാറ്റിത്തരണം എന്ന് പറഞ്ഞു. ഡിസംബർ ഞാൻ വന്നു ഉടമ്പടി പുതുക്കി. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് 3 നേരം ഞാൻ മരുന്ന് കഴിച്ചതാണ്. ഇതുവരെ എനിക്ക് മരുന്ന് കഴിക്കാൻ ഒരു ഇതായിട്ടില്ല. ഞാൻ അമ്മയുടെ ഉപ്പും തൈലവും ഇത് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും കര കയറണ്ടേ? കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഗ്ദാന പേടകമായി മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ കുടുംബത്തിൻ്റെ കണ്ണിൽ ഇറങ്ങി നിൽക്കുന്നു, മറ്റുള്ളവരെ കുടുംബത്തിലുള്ള എല്ലാവരും കരകയറുന്നു. എത്ര പേരാണ് കരകയറിപ്പോയത്? കാലം അത് ആവർത്തിക്കുകയാണ്. ശരിക്കും നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്
കർത്താവെ ഞങ്ങളെയും കരകയറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയ്ക്ക് പ്രവേശിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ ഈശോ, അങ്ങയുടെ ജനങ്ങളുടെ മേൽ പ്രകാശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ശരീരമാസകല വേദന, തടിപ്പ്, നീര്, മരവിപ്പ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ കൃപായുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ദിവ്യപ്രേരണ ലഭിക്കണത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെല്ലാം എവിടെയാണ് ശരീരത്തിൽ തടുപ്പുള്ളത്, എവിടെയാണ് ശരീരത്തിന് വേദന തോന്നണത്, എവിടെയാണ് ശരീരത്തിന് മരവിപ്പുള്ളത്, അവിടെ കൈവെക്കുക. കർത്താവേ നിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ നിന്റെ തിരുമുറുപാർന്ന് വരത്തിൽ കയറാം, നിന്റെ തിരുമുറുപാർന്ന് വരത്തിൽ കയറാം. കർത്താവേ അങ്ങയുടെ മക്കളുടെ ശിരസിലേക്ക് വെക്കണമേ. എവിടെയാണോ അവർക്ക് വേദനയുള്ളത്, എവിടെയാണ് മരവിപ്പുള്ളവർ, എവിടെയാണ് നീരുള്ളത്, എവിടെയാണ് വാദമായിരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കൃപാസനത്തിൻ്റെ ആരാധനയാണ് ഈ എല്ലാ സമയങ്ങളിലും. പരിശുദ്ധ അമ്മ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ആരാധനയാണ്. അതാണ് അമ്മയെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആരാധനയുടെ മുഴുവൻ ശക്തി അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. കർത്താവേ, ഞങ്ങളെല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി, സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എങ്ങനെ ജീവിക്കും, എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാത്ത കുടുംബങ്ങൾ, പലതരത്തിൽ അസമാധാനം അനുഭവിക്കുന്നുണ്ട്. വ്യക്തികളെ കൊണ്ട്, സാമ്പത്തിക ദുരിതങ്ങളെ കൊണ്ട്, ജോലി ഇല്ലാത്തത് കൊണ്ട്, കർത്താവെ കുടുംബത്തിലെ പല കാര്യങ്ങളിലും ഭീഷണികൾ കൊണ്ട്, ഞെരുക്കങ്ങൾ കൊണ്ട്, കർത്താവ് പലരുടെ കാര്യങ്ങളും അവരാഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത തടസ്സങ്ങളെ കൊണ്ട് അവർക്ക് മനസ്സിന് ഞെരുക്കങ്ങൾ, സങ്കടങ്ങൾ, ഒരു പോംവഴിയും കാണാതെയുള്ള വീർപ്പുമുട്ടലുകൾ, എന്തിനാണ് ഇങ്ങനെ ജീവിക്കണമെന്ന് പോലും തോന്നുന്ന നിരാശകൾ, അവിടെ മേലെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ യേശു ക്രിസ്തുവിന്റെ കൃപ ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ മാർത്ത ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? നീ ചോദിക്കണത് എന്തും ദൈവം അങ്ങേക്ക് നൽകുമെന്ന് എനിക്കറിയാമെന്ന്. ശരിക്കും ദൈവത്തിൽ അതൊരു വിശ്വാസിയുടെ ഒരു ഏറ്റവും കടുത്ത ഒരു നിലപാടാണ്. മാർത്തായെ പോലെയല്ല നീ വിശ്വസിക്കേണ്ടത്.
നീ വിശ്വസിക്കേണ്ടത് ഇതാണ്. ഇപ്പോഴാരാധന നടക്കുകയാണ്. ഈ ആരാധനയിൽ നീ ചോദിക്കണത്, നിൻ്റെ കുടുംബത്തിന് വേണ്ടി ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരും എന്ന് നിൻ്റെ പ്രാർത്ഥനയിൽ നിനക്കൊരു വിശ്വാസം ഉണ്ടാകണം. യേശുവിൽ മാത്രമല്ല വിശ്വാസം വേണ്ടത്. വിശ്വാസത്തിന് രണ്ടറ്റങ്ങളുണ്ട്. ഒന്ന് യേശു, ഒന്ന് നീയുമാണ്. അപ്പം നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് നീ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, ഏറ്റു പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കർത്താവേ, എന്തെല്ലാം വേദനകള്, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകള് എൻ്റെ കുടുംബത്തിലുള്ളവരെ അനുഭവിക്കുന്നുണ്ട്. എന്തിനാണ് പ്രാർത്ഥിക്കണതെന്ന് പോലും അവരെ സങ്കടപ്പെടുന്നുണ്ട്. കർത്താവേ, എങ്ങനെയാണ് വിശ്വാസം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്റെ പ്രാർത്ഥന പോലും കേൾക്കുന്നില്ലെങ്കിൽ അവർ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കർത്താവേ, എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രാർത്ഥനകള് കേട്ടുകൊണ്ട് അടയാളങ്ങള് നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. മക്കളെ, സാക്ഷ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ്. കൃപാസനത്തിലൊരു 1500 സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ ഉടമ്പടി പ്രാർത്ഥനയുടേത് മാത്രമായി കിടക്കുന്നുണ്ട്. ഈ കുറഞ്ഞ കാലം കൊണ്ടാണെന്ന് ഓർക്കണം. അപ്പോഴിത് വലിയ സംഭവങ്ങൾ നടക്കുന്ന ഒരു സുവിശേഷം ശുശ്രൂഷയിലെ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏകാഗ്രതയോടുകൂടി എനിക്കും എൻ്റെ കർത്താവിന് സാക്ഷിയാകാൻ കഴിയണം. അതുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവെ, വീണ്ടും ഞങ്ങൾ ഈ ആരാധന കൂടുന്നവരെ ഉള്ളിൽ ഞങ്ങൾക്ക് അടയാളങ്ങൾ ലഭിക്കാൻ വേണ്ടി മുട്ടുകയിൽ നിന്നുകൊണ്ട് നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ദൈവപൈതലെ, നിൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കൃപാസനത്തിൽ എത്രയോ ആയിരങ്ങളാണെന്നറിയാവോ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. 30 വർഷത്തെ ആണ് മധ്യസ്ഥ പ്രാർത്ഥന ആസ്തിയായിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ. അതുകൊണ്ട് നീ നിൻ്റെ കുടുംബത്തിന് കടമാകാം, രോഗമാകാം, മക്കളുടെ ദുർമാതൃകയാകാം, എന്തെങ്കിലും വഴിപിഴച്ച പോക്കാകാം, അല്ലെങ്കിൽ പഠനത്തിനൊക്കെയുള്ള വൈകല്യമാകാം, പഠിച്ചിട്ട് എത്താത്ത അവസ്ഥയാകാം, പരീക്ഷയുടെ തോൽവിയാകാം, ഇപ്പോൾ വന്നിരിക്കണം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ദുർഘട അവസ്ഥ. എൻ്റെ ദൈവത്തിലെ നീ പരിശുദ്ധ അമ്മയെ മധ്യസ്ഥമായിക്കൊണ്ട് ഈശോനോട് ഇപ്പോൾ തന്നെ മുട്ടുകയിൽ നിന്നുകൊണ്ട് കണ്ണീരോടെ മൗനമായി പ്രാർത്ഥിക്കുക. നിൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ കർത്താവ് നിന്നെ ആശീർവദിക്കാം. മൗനമായി പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ദാവീദിന്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കരുണ തോന്നണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.